പിന്നെയും ഇത് ഇളകി. അങ്ങനെ ഞാനിങ്ങനെ നടക്കുന്ന സമയത്താണ് ഞാൻ ഇതിനെന്താണ് എന്റെ അനുഭവം പറയാം. ഞാൻ പറഞ്ഞത് ക്യാമറയിലൂടെ പറയാണ്, ഇപ്പോഴുണ്ട്. ഞാൻ അങ്ങനെ ഒരു കുരുക്കളെടുത്ത് പോയി. വേണമെങ്കിൽ അത് സയൻസ് അല്ല നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ ഒരു തൈലം ഇട്ടിട്ട് ഗ്ലാസ്സിൽ തീയിട്ടിട്ട് 2 വലിയാണ്. അന്ന് പോയതാണ് എന്റെ ബാക്ക് പെയിൻ. ഇന്നേവരെ വന്നിട്ടില്ല. ഞാൻ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഓരോ ആളുകൾക്കും അതിന്റെ സയൻസ് ഉണ്ടാകും. അത് നമ്മൾ എന്താക്കേണ്ട കാര്യം. ഞാൻ സൈക്കോളജി പഠിച്ചു എന്നതുകൊണ്ട് ഞാൻ സോഷ്യോളജിയെ തള്ളി പറയേണ്ട കാര്യമില്ല. സോഷ്യോളജി ഒരാൾ പഠിച്ചു എന്നതുകൊണ്ട് ഒരാൾ ഒരിക്കലും ലിറ്ററേച്ചറിനെ തള്ളി പറയേണ്ട കാര്യമില്ല. ലിറ്ററേച്ചർ പഠിച്ചു എന്നതുകൊണ്ട് ഒരാൾ അറബിക്കിന് എന്താക്കണ്ട, ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചു എന്നതുകൊണ്ട് അറബിക് ലാംഗ്വേജ് ശരിയല്ലെന്ന് പറയേണ്ട കാര്യമില്ല. അറബിക്കിൽ ഒരാൾ PhD എടുത്തു എന്നതുകൊണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരിക്കലും ശരിയല്ലെന്ന് പറയേണ്ടതില്ല. എല്ലാറ്റിനെയും നെഞ്ചിൽ ചേർത്ത് മുന്നോട്ട് പോകുന്നതിന്റെ പേരാണ് മനുഷ്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ പോകാവൂ. കാരണം എല്ലാത്തിനും അതിൻ്റെതായ സയൻസ് ഉണ്ട്, അതിൻ്റെതായ ലോകങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അതിനെ കറക്റ്റായിട്ടാണ് കൊണ്ടുപോകുന്നത് എന്താക്കണം, നമ്മൾ അറിയണം. നമ്മളത് ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഞാൻ ഒരിക്കലും ലിറ്ററേച്ചർ സ്റ്റുഡന്റ് അല്ല, ഞാൻ ലിറ്ററേച്ചർ പഠിച്ചിട്ടില്ല. പക്ഷേ ഷേക്സ്പിയറിന്റെ കോമഡിയും ട്രാജഡിയും, കോമിക് ട്രാജഡിയും ട്രാജിക് കോമഡിയും മുഴുവനും എന്നെ കൊണ്ടാകുന്നത് പോലെ ഞാൻ വായിച്ചു തീർത്തിട്ടുണ്ട്. ഞാൻ ഒരു ലിറ്ററേച്ചർ സ്റ്റുഡന്റ് അല്ലെങ്കിൽ പോലും ഹിസ്റ്ററി, നിങ്ങൾ ആൻഷ്യന്റ് ഹിസ്റ്ററി, മെഡീവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി, കണ്ടംപററി വേൾഡ് ഹിസ്റ്ററി എന്നോട് ചോദിച്ചാൽ കുറെ ഭാഗങ്ങൾ ഞാൻ പറയും. ഞാൻ ഒരിക്കലും ഒരു ഹിസ്റ്ററി സ്റ്റുഡന്റ് അല്ല. പക്ഷെ എപ്പോഴാണ് ഈ ആൻഷ്യന്റ് ഹിസ്റ്ററി അവസാനിക്കുന്നത്, എവിടെ നിന്നാണ് ഇന്ത്യൻ മെഡീവൽ ഹിസ്റ്ററി തുടങ്ങുന്നത്, മെഡീവൽ ഹിസ്റ്ററി എത്ര വർഷം ഉണ്ടായിരുന്നു, അവസാനം എവിടെ നിന്നാണ് മോഡേൺ ഹിസ്റ്ററി തുടങ്ങിയത്, മോഡേൺ ഹിസ്റ്ററിയുടെ തുടക്കം എവിടെ നിന്നായിരുന്നു, ആ സമയത്ത് പിന്നെ മോഡേൺ ഹിസ്റ്ററിയുടെ അവസാനം കണ്ടംപററി ആയിട്ട് വന്നത് എപ്പോഴാണ്, ഇത് എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും. ഐ ആം നോട്ട് എ ഹിസ്റ്ററി സ്റ്റുഡന്റ്. ഞാൻ ഒരിക്കലും ഹിസ്റ്ററി വിദ്യാർത്ഥിയല്ല. നമ്മളിത് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കലാണ്. എന്ന് അറബിയിൽ ഒരു ചൊല്ലുണ്ട്. എന്ന് വെച്ചാൽ മനുഷ്യൻ അവൻ അറിയാത്തതിന്റെ ശത്രുവാണ്. ഒന്നുകൂടി പറയാം, മനുഷ്യൻ അവൻ അറിയാത്തതിന്റെ ശത്രുവാണ്. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ഒരു സാധനം അറിയില്ലെങ്കിൽ നമ്മൾ പറയാം അതൊക്കെ വെറുതെ അങ്ങനെയാണ്, അതിങ്ങനെയാണ്. അതിനെ അറിയാൻ ശ്രമിക്കണം, അതിന് ഇൻഡെപ്തിലേക്ക് പോകാൻ ശ്രമിക്കണം. അത് കൈകാര്യം ചെയ്യുന്നവർ അതിന്റെ റിസർച്ചിലേക്ക് വരെ പോകാൻ വേണ്ടി ശ്രമിക്കണം. അത് ഞാൻ ഇന്നിവിടെ എന്റെ മനസ്സിലൊരു ആശയം തോന്നിയത് എന്തെന്ന് ചോദിച്ചാൽ, നമ്മള് ഇവിടുത്തെ ഇന്ത്യൻ ലെവലിലുള്ള അക്യുപഞ്ചറാണ് ഇപ്പൊ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യൻ അക്യുപഞ്ചറിന്റെ ഫിലോസഫിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ഇന്ത്യൻ അക്യുപഞ്ചർ, ഉദാഹരണത്തിന് ചില ആളുകൾ എന്ത് ചെയ്യും, ആയുർവേദ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അലോപ്പതി ഡോക്ടേഴ്സ് ഹോമിയോയെ കുറ്റം പറയാറുണ്ട്. പക്ഷെ കൊറോണ വന്ന സമയത്ത് ആൽസെനിക്കം ആൽബം എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഇറങ്ങുകയും ആകെ അതിന്റെ ഒരു ഇതെന്ന് നമ്മുടെ മന്ത്രി അടക്കം പറയുകയും ചെയ്ത് വലിയ വിവാദങ്ങൾക്കുണ്ടായി. പക്ഷെ ഞാനൊരു കാര്യം പറയുന്നു, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 5 പേര് 6 പേര്, ഞങ്ങൾ മൊത്തത്തിൽ പിന്നെ എന്താ പറയുക, പുരുമോൻ അവിടെ ഇല്ല, അതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങൾ 6 പേര് ഒരു വീട്ടിലുണ്ടെങ്കിൽ 6 പേർക്കും ഈ സാധനം വരാതിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഭാഗങ്ങളാണ്, മറ്റൊന്ന് ഈ സാധനം ഉപയോഗിച്ചത് കൊണ്ടാണെന്ന് എന്റെ വിശ്വാസം. ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഈ സാധനം വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഏതാണ് വിശ്വസിക്കേണ്ടത് നിങ്ങൾ പറ. ഇവർക്ക് അങ്ങനെയെങ്കിൽ പിന്നെ സർക്കാർ ഇതൊക്കെ ഒഴിവാക്കി കളയേണ്ടതല്ലേ? സർക്കാർ എന്താക്കണം, ഹോമിയോ എന്ന് പറയുന്ന സാധനത്തെ ഇല്ലാതെയാക്കണം. ഹോമിയോ മെഡിസിൻ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വാദിക്കുന്ന കുറെ ഡോക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയെങ്കിൽ അവർ ഡോക്ടേഴ്സ് ആരോട് പറയട്ടെ, സർക്കാരിനോട് പറയട്ടെ. സർക്കാർ അത് പറഞ്ഞിട്ട് എന്താക്കട്ടെ, ഇത് ശരിക്കും സയന്റിഫിക് അല്ലെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന BHMS എന്ന് പറഞ്ഞ കോഴ്സ് ഇല്ലാതെയാക്കട്ടെ. ബാച്ചുലർ ഓഫ് ഹ്യൂമൻ ഹോമിയോപ്പതിക് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന ഈ ഏകദേശം 4-5 വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സ് ഉണ്ടല്ലോ. എൻട്രൻസിൽ പോലും അതുണ്ടല്ലോ. MBBS, BDS, BAMS, BVMS, BHMS ഇതൊക്കെ ഒഴിവാക്കി കളയട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്രയേ ഉള്ളൂ, നമ്മൾ ഒരിക്കലും എന്താക്കേണ്ടത്, സ്കൂഡോ ലെവലിൽ പോകരുത്, വ്യാജമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. ഞാൻ ഉപദേശിക്കാൻ വേണ്ടി വന്നതല്ല. നമ്മൾ അതിനെ കൃത്യമായി അറിയണം, ആ സയൻസിനെ കൃത്യമായി ഉപയോഗിക്കണം, സയൻസിനെ കൃത്യമായി നമ്മൾ ആലേഖനം ചെയ്യുന്നത് പോലെ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റെടുത്ത് ഫിലോസഫിക്കലി അതിനെ കൊണ്ടുപോകുന്ന ഉത്തരവാദിത്വം നമുക്കാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, മന്ത്രിക്ക് സമയം വൈകുന്നത് കൊണ്ട് ഞാൻ ചുരുക്കാം. എന്ന് വെച്ചാൽ, രണ്ടാമത്തെ നമ്മൾ ഐക്യത്തോടു കൂടി നിൽക്കലാണ്. ഇവിടെ ഇപ്പൊ സിംഗിൾ നീഡിന്റെ ആളുണ്ടാവും, ചിലപ്പോ എന്തുണ്ടാവും, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും, ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇയറിന് വേണ്ടി മാത്രം ഉള്ള ആളുകളുണ്ടാകും. ഇതൊക്കെയും ഓരോ ഫിലോസഫി, ഇതൊക്കെ പരസ്പര ബന്ധങ്ങളുണ്ട്. ഈ പരസ്പര ബന്ധങ്ങളെ മനസ്സിലാക്കി നമ്മൾ ഐക്യപ്പെട്ട് മുന്നോട്ട് പോകണം. ആ ഐക്യം ഏതുപോലെ ആയിരിക്കണം എന്നറിയോ? നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഐക്യമുണ്ടായാൽ അതിന്റെ ഒരു ശക്തി വേറെ തന്നെയാണ്. ആമയും മയിലും ഓടിയത് നമുക്കറിയാം അല്ലേ? അറിയില്ലേ? എത്ര പ്രാവശ്യം ഓടി? ഒന്ന് കൈ പൊക്കിയിട്ട് പറയാൻ പറ്റുമോ എത്ര പ്രാവശ്യം ഓടിയത്? ഒരു പ്രാവശ്യം എല്ലാവരും കേട്ടിട്ടില്ലേ? സത്യത്തിൽ അവർ ജീവിതത്തിൽ ഓടിയിട്ടേ ഇല്ല. ഇത് ആരുണ്ടാക്കിയ കഥയാണ്? നിങ്ങളൊന്ന് വെറുതെ മനസ്സിലുണ്ടെന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. മനുഷ്യന്റെ അടുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് പറയോ, എന്ത് ഞങ്ങൾ 2 പേരും ഓടി, അതുകൊണ്ട് മയില തോറ്റത്, നിങ്ങളൊരു കഥയുണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയ കഥയാണോ ഇത്? അല്ല, മനുഷ്യന്റെ ജൽപ്പന കഥകളാണ്. ആ കഥയിൽ ഒരു ഫിലോസഫിയാണ്. ആദ്യം ആമയും മുയലും ഓടാൻ വേണ്ടി നിൽക്കുന്നു അല്ലേ?
പിന്നെ ടോട്ടോയ്സിന്റെയും റാബിറ്റ്സിന്റെയും ഓട്ടം ലോക പ്രശസ്തമാണ്. രണ്ടുപേരും ഓടുന്നു, അതിൽ ലേസിനെസ് വന്നു, മടി വന്നിട്ട് മുയൽ കിടക്കുന്നു. അങ്ങനെ മുയൽ അവസാനം വന്നപ്പോഴേക്കും ആമ ജയിക്കുന്നു. ഇവിടെ നമ്മൾ വിശ്വസിച്ചു പോരുന്ന ഒരു വിശ്വാസം എന്താണെന്നറിയോ? ആമ ജയിച്ചത് മുയൽ ഉറങ്ങിയത് കൊണ്ടാണ്. അല്ലേ? അങ്ങനെ തന്നെ. അതിനനുകൂലിക്കുന്നവരെന്ന് കൈപൊട്ടിയട്ടെ. അങ്ങനെ തന്നെയല്ല അവരുടെ വിശ്വാസം. ഇനിയിപ്പോ ചോദ്യം എങ്ങനെ ആവുമെന്ന് വിചാരിച്ചാൽ പൊക്കാതിരിക്കട്ടെ. അതിനനുകൂലിക്കുന്നവരെന്ന് കൈപൊട്ടിയട്ടെ. ഇതന്നെയല്ലേ കഥ. അതായത് ആമ ഉറങ്ങിയോണ്ട്, മുയൽ ഉറങ്ങിയതുകൊണ്ടല്ല ആമ ജയിച്ചത്. ഒന്ന് കൈപൊക്കിയായിട്ട് ഉഷാറായിട്ട് ഉറപ്പായിട്ടും എല്ലാവരും അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെയില്ല. അപ്പൊ ഇതെങ്ങനെ എങ്ങനെയാണെന്ന് രണ്ടാമത് ഓടുന്നു. ശ്രദ്ധിച്ചോ, രണ്ടാമത് ഓട്ടോടി ആമ പറഞ്ഞു. ഇതിപ്പോ ഇങ്ങനെ ഓടിക്കാതെ നമുക്ക് മനുഷ്യന്റെ ജൽപ്പന കഥ വീണ്ടും ജൽപ്പിക്കാം, അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് വീണ്ടും അവർ ഓടി. ആ ഓട്ടത്തില് മുയൽ ജയിച്ചു. കാരണം എന്തുകൊണ്ട്? ഉറങ്ങിയില്ല. അതുകൊണ്ട് മുയൽ ജയിച്ചു. അത് രണ്ടാമത്തെ കഥ. വിശദീകരിച്ച് പറയുമ്പോൾ സമയം ഒരാളെ ഇരുത്തിക്കൊണ്ട്. മൂന്നാമത്തതില് വീണ്ടും മുയൽ പറഞ്ഞ മുഖം കൂടി വേണം. കാരണം മുയലാണ് ഇവിടെ തോറ്റത്. ആമയാണ് ഇപ്പൊ തോറ്റത്, രണ്ടാം പ്രാവശ്യം. അപ്പൊ ആമ പറഞ്ഞു ഒന്നും കൂടി ഓടാണ്. അപ്പൊ മുയൽ പറഞ്ഞു ഇനി ഞാനില്ല, ഞാൻ ഉറങ്ങൂല്ല, അതുകൊണ്ട് നീ ജയിക്കില്ല എന്ന് പറഞ്ഞു. വേണ്ട, നമുക്ക് സ്ഥലം മാറ്റാന്ന് പറഞ്ഞു. എന്ത് മാറ്റാം? സ്ഥലം മാറ്റാം. നമുക്ക് ഇപ്പൊ ഇങ്ങനെയല്ലേ 2 പ്രാവശ്യം ഓടിയത്? ആദ്യം ഞാൻ ജയിച്ചു, ആമ പറയാം ആദ്യം ഞാൻ ജയിച്ചു, പിന്നെ നീ ജയിച്ചു. ഇനി നമുക്ക് റൂട്ട് മാറ്റാം. റൂട്ട് ഇങ്ങനെയാക്കാം, ഇങ്ങനെ ഓടണ്ടാന്ന് പറഞ്ഞു. അപ്പൊ മുയൽ പറഞ്ഞു ഇനി ഞാൻ ഉറങ്ങൂലട്ടോ എന്ന് പറഞ്ഞു. ഇല്ല ഉറങ്ങണ്ട, പക്ഷെ റൂട്ട് മാറ്റാം. റൂട്ട് മാറ്റിയപ്പോ ഈ ആടിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം, ഇന്നും ഒരേ ദിശയിലെ മൃഗങ്ങൾ പോകുള്ളൂ. സിംഹങ്ങൾക്ക് പോകാൻ വഴിതെറ്റി വന്നാലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് മുയൽ പോകുന്ന റൂട്ടല്ല ഇത് ആമ പോകുന്ന റൂട്ടാണ്. ഇത് മുയൽ പോകുന്ന റൂട്ടാണ് കാട്ടില്. ചുരുക്കി പറഞ്ഞാൽ മുയൽ ഇതറിയാതെ ഓടി. ആമ പറഞ്ഞത് ഇതായിരുന്നു, ഒരു മരമുണ്ട് അവിടെ, വലിയ മരം, ഒറ്റ മരം അവിടെ ഉള്ളൂ, ആ മരത്തിൽ പോയി തൊട്ടിട്ട് വരണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മുയൽ ഓടിയിട്ട് നേരെ പോയിട്ട് നോക്കുമ്പോ അവിടെ ഒരു പുഴയുണ്ട്, ഒരു ചെറിയ പുഴയുണ്ട്. ആ പുഴയുടെ അപ്പുറത്താണ് ഈ മരമുള്ളത്. മനസ്സിലായോ? മുയൽ നേരെ വന്നിങ്ങനെ നോക്കുമ്പോ പിന്നെ വെള്ളത്തിലേക്ക് കാണാൻ പറ്റില്ലല്ലോ. അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഉറങ്ങിയില്ല. കുറെ കഴിഞ്ഞപ്പോ ആമ വന്നു, നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി, നേരെ പോയിട്ട് എന്ത് തൊട്ടു? മരം തൊട്ടു. ഇന്നു മുതൽ നിങ്ങൾ പറഞ്ഞേക്കണം, നിങ്ങളുടെ സമ്മാനത്തിന്റെ ഡേറ്റ് 8-ാം തീയതി. ഇന്നു മുതൽ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ നമ്മൾ മാറ്റിയേക്കണം. എന്ത്? മുയൽ ഉറങ്ങിയില്ലെങ്കിലും ഒന്ന് നിങ്ങൾ മുയൽ ഉറങ്ങിയില്ലെങ്കിലും അതൊന്ന് പറഞ്ഞു നോക്കിയേ. എന്താണ് മുയൽ ഉറങ്ങിയില്ലെങ്കിലും? നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ നമ്മൾ മാറ്റണം. എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് മുയൽ ഉറങ്ങിയതുകൊണ്ടാണ് ആമ ജയിച്ചതെന്നാണ്. പക്ഷേ മെസ്സിയുടെ കയ്യിൽ കൊടുക്കേണ്ടത് ഫുട്ബോളാണ്. മെസ്സിയുടെ കയ്യിൽ ക്രിക്കറ്റ് കൊടുത്താൽ മെസ്സി is the zero in the platform of cricket, but the Messi is the hero in the platform of football എന്നതാണ്. മെസ്സി ഹീറോയാണ് ഫുട്ബോളിൽ, ഒരിക്കലും മെസ്സി സീറോയാണ് ഇതില് ക്രിക്കറ്റിൽ നല്ലൊരു ബൗളർ ആദ്യത്തെ ബൗളിംഗ് നടത്തിയാൽ തന്നെ മെസ്സി ഔട്ട്, ബിക്കോസ് മെസ്സി is the hero in the platform of only football. അപ്പൊ എല്ലാ ഹീറോസിനും ഒരു ഏരിയ ഉണ്ടാകും. ഇപ്പൊ എന്നോട് നിങ്ങൾ അതിഗംഭീരമായിട്ട് എഴുതാൻ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പറ്റിക്കൊള്ളുന്നില്ല. എം.ടി. വാസുദേവൻ നായരെ പിടിച്ചിട്ട് ഗംഭീരമായിട്ട് പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് സാധിക്കണമെന്നില്ല. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തെക്കാൾ കരുത്തേതിനാണ് അദ്ദേഹത്തിന്റെ എഴുത്തിന്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ, 4ാമത് പിന്നെ ഓടി. ആ ഓട്ടത്തോടൊരു സംഘടന എന്താണെന്ന് ഞാൻ പറയുന്നു. 4ാമത് മുയൽ പറഞ്ഞു ഇനി നമുക്ക് ഓടാം. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ വലിയ മിടുക്കനാണ് എന്നതുകൊണ്ട് എല്ലായിടത്തും ജയിക്കില്ല. കാരണം ആമയുടെ ഇടമാണ് ഈ പറയുന്ന ഈ പുഴ, എന്നാൽ മുയലിന്റെ ഇടമാണ് കര. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചോടാന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ ഒന്നിച്ചെന്നല്ലേ ഓടിയത് എന്നാണ് ആമക്ക് പറയാം. അല്ല, നമുക്ക് ഒന്നിച്ചോടാന്ന് പറഞ്ഞാൽ 1 + 1 = ഒന്ന് പറഞ്ഞാട്ടെ, 1 + 1 = ഉറപ്പല്ലേ? ഇത്രയും കാലം നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞത്. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ സൈക്കോളജിക്കലി പറയാം, മാത്തമാറ്റിക്സ് നമ്മൾ പറഞ്ഞു, അത് ശരിയാണ്. 1 + 1 = 2 പക്ഷെ 1 + 1 = 3. അതാണ് സൈക്കോളജി. അപ്പൊ നിങ്ങൾ വിചാരിക്കും സൈക്കോളജി ഒരു സൈക്കോളജി ആയിരിക്കും. 1 + 1 = 3. 2 പേര് ഒരുമിച്ച് കൂടിയാൽ മൂന്നാമത്തെ ഒരു എനർജി ലൈൻ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഈ ആമ പറഞ്ഞു ഞാൻ ഇരിക്കാം ആദ്യം നിന്റെ പുറത്ത്. അങ്ങനെ മുയലെ പുറത്തിരുത്തി 4 ചാട്ടം ചാടിയപ്പോഴേക്കും പുഴയുടെ വക്കത്തെത്തി. ഇന്നേ വരെ അത്ര സ്പീഡിൽ ആമ ഓടിയിട്ടേ ഇല്ല. 1 + 1 = 3 ആണ്. എന്ന് വെച്ചാൽ അത്ര സ്പീഡിൽ ആമ ഇതുവരെ ഓടിയിട്ടേ ഇല്ല. ആമ അവിടെ എത്തിയപ്പോ ആമ പുഴയിലേക്ക് ഇറങ്ങി, മുയൽ അതിന്റെ പുറത്തും ഇരുന്ന് 2 പേരും കൂടി പോയിട്ട് ഈ മരം തൊട്ടു. ആമയില്ലെങ്കിൽ ആ മരം തൊടാൻ ഒരിക്കലും ഈ മുയലിന് സാധിക്കുകയുമില്ല. അതുകൊണ്ട് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സംഘടനാ ബോധം വേണ്ട എന്ന് തോന്നലുണ്ടെങ്കിൽ ചിന്തിക്കുക, നമ്മൾ എത്ര മൈലായാലും ആ മരത്തിൽ തൊടാൻ കഴിയില്ല. 1 + 1 = 3 എന്നതാണ്. അതുകൊണ്ട് സംഘടനാ ബോധം എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ എത്ര കരുത്തുണ്ടായാലും
പടനിലം അത് സംഘബോധമായിരിക്കണം, ഒരുമിച്ചായിരിക്കണം എന്നതാണ്. അല്ലാതെ ഒരിക്കലും കഴിയില്ല. ഞാനിവിടെ ഇദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് അധികം പറയാൻ സാധിക്കാത്തത് കൊണ്ട് ജസ്റ്റ് ഒരു സ്റ്റോറി ഒറ്റ മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എല്ലാവരും നല്ല ഡെപ്തോട് കൂടി പോവുക, ഇനിയും ഇതിൽ മുന്നേറുക, അവനവൻ പഠിച്ചതിൽ മനോഹരമാക്കുക. സംഘടനാ ബോധമുണ്ടായാൽ സർക്കാരിലേക്ക് ഡിമാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. സർക്കാർ അതിനെക്കുറിച്ച് പഠനം നടത്തും. അതിനാഴമേറിയ പഠനം വന്നിട്ട് അത് ലാബലൈസ് ചെയ്ത് അവസാനം ഹോമിയോയെ പ്രഖ്യാപിച്ചതുപോലെ ഇതിനെ പ്രഖ്യാപിക്കുന്ന അവസ്ഥകളും കടന്നു വന്നേക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും ആരുടെയും വാക്ക് നമ്മൾ പതറരുത്. നീതി നമ്മുടെ കയ്യിൽ ഉണ്ടാകണം, എത്തിക്സും ഉണ്ടാകണം, വാല്യൂസും ഉണ്ടാകണം. നമ്മളെ തേടി എത്തുന്നവരോട് വാല്യൂസോട് കൂടി പെരുമാറാനായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. ഒരു പാവം വന്നിട്ട് പറയാണ്, സാറേ തലവേദനിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിന്റെ അരികിൽ പോയി, ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ എത്തി, പക്ഷെ മാറുന്നില്ല, എത്രയോ പൈസ ചെലവായി, ഇപ്പൊ ഞങ്ങൾ കടത്തിലാണ്. നിങ്ങൾ വാങ്ങിക്കുന്നത് 500 രൂപയാണ് ഫീസെങ്കിൽ പാപത്തിന് നീളിൽ വെച്ച് കൊടുത്ത് അന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ 3-4 പ്രാവശ്യം വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ചിലപ്പോൾ 1000-ഓ 2000-ഓ ആയിരിക്കാം. ആ പൈസയെ മെല്ലെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് പറ്റണം. അപ്പോഴാണ് നിങ്ങൾ വാല്യൂസ് ഉള്ള ആ പാപത്തിനെ സംരക്ഷിക്കുന്നത്. നിങ്ങൾ പൈസക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ, സമ്പത്തുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ, നമ്മളെ കൊണ്ട് ഉപകാരം കിട്ടുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ചോ, പക്ഷെ നമ്മൾ അടുക്കിൽ നിന്ന് സാമ്പത്തികപരമായ ഉപകാരത്തിനേക്കാൾ അപ്പുറത്ത് മാനസിക സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ പോകേണ്ടത്. അങ്ങനെ വാല്യൂസ് കൊണ്ട് പോയി പോകാൻ നിങ്ങൾക്ക് സാധിക്കണം. ഒരു കുട്ടി കടപ്പുറത്ത് പോയ കഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജീവിതത്തിൽ ആദ്യമായിട്ട് കടൽ കാണുകയാണ്. ആദ്യമായിട്ട് കണ്ടത് കൊണ്ട് കടലിനെ കുറെ നോക്കി നിന്നു. വൈകുന്നേരമായപ്പോൾ വീട്ടിലേക്ക് മടങ്ങണം. അപ്പൊ ബക്കറ്റിൽ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ കോരി, ഏതിനെ മെല്ലെ ബക്കറ്റിൽ കോരിയിട്ട് വെല്ലെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. കാരണം കടലിനെ എപ്പോഴും കാണാൻ, കടലിൽ നിന്ന് തന്നെയാണ് കോരിയത്, പുഴയിൽ നിന്നല്ല. അങ്ങനെ ആദ്യം കടലിൽ നിൽക്കുന്ന സമയത്ത് തിരമാല ഇങ്ങനെ തികർത്താടിയപ്പോ, സുന്ദരമായി പാടിയപ്പോ ആ കുട്ടി അറിയാതെ കടലിനെ നോക്കി പറഞ്ഞിരുന്നു, മൂജ് മജൽ ഗീത് കരോ, മൂജ് മജൽ ഗീത് കരോ, ആട് തരമാലെ പാട് തരമാലെ, മൂജ് മജൽ ഗീത് കരോ, ആട് തരമാലെ പാട് തരമാലെ. തിരമാല ആടി, തിരമാല പാടി, സുന്ദരമായ ആട്ടത്തിലും സുന്ദരമായ പാട്ടിലും ആ കുട്ടി വിചാരിച്ചു, ഞാൻ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് ആടുന്നത് എന്ന്. പാവം കുഞ്ഞിന്റെ മനസ്സങ്ങനെയാണ്. വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു, മൂജ് മജൽ ഗീത് കരോ, ആ പാട് തരമാലെ ആട് തരമാലെ. അവസാനം വൈകുന്നേരം ഇതിനെ കോരി വീട്ടിൽ കൊണ്ടുപോയി അകത്ത് വെച്ചിട്ട് കുട്ടി വീണ്ടും പറയാൻ തുടങ്ങി ബക്കറ്റിനോട്, മൂജ് മജൽ ഗീത് കരോ, ആട് തരമാലെ പാട് തരമാലെ. തിരമാല ആടിയില്ല, തിരമാല പാടിയില്ല. കാരണം ബക്കറ്റിലെ വെള്ളം കടലിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ കടല് കടലാകൂ, അല്ലാത്തതിനൊന്നിനും ശേഷിയില്ല എന്ന ബക്കറ്റിന്റെ വെള്ളം പറയുന്നത് പോലെ സംഘബോധം ഇതായിരിക്കണം. ഒന്നിച്ചു നിന്നിട്ട് പറയാൻ പറ്റണം, മൂജ് മജൽ ഗീത് കരോ, ആട് തരമാലെ പാട് തരമാലെ. ജയ് ഹിന്ദ്, ജയ് അഖിൽ.